എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വെറൈറ്റി മുളക് ചമ്മന്തിയുടെ റെസിപ്പി പരിചയപ്പെടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ഈ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ 15 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി ചേർക്കാം. പുളിയിലുള്ള ആ നാരും ആ കുരുവൊക്കെ എടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് കുതിർത്തെടുക്കണം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ മുളകും അതുപോലെ പുളിയൊക്കെ നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതൊരു മിക്സഡ് ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നല്ലെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം നല്ലതായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കണം. ഉഴുന്ന് പരിപ്പ് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ചുവന്നുള്ളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് 1/4 കപ്പാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞ 1/4 കപ്പ് വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പുപൊടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കുമ്പോഴേ ഇത് പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടും. ഇപ്പം ഞാൻ നോക്കിക്കേ, ഉള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന മുളകിൻ്റെ പുളിയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർക്കാം. ഇനി ഇതൊരു 1/2 മിനിറ്റ് നേരം നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കാം. അതിന് ശേഷം ഉണ്ടല്ലോ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ മിക്സഡ് ജാറിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ വെള്ളം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇതിനെ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവണം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ശർക്കര ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ പൊടിച്ച ശർക്കരയാണ് ചേർക്കുന്നത്. ഈ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതായിട്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കാം. കുറച്ചുകൂടി ഒന്ന് വറ്റണം. അപ്പോൾ അതാ നോക്കിക്കേ, ഇതിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. എണ്ണയും നല്ലതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇതാണ് പാകം കേട്ടോ. ഇനി ഇതിലോട്ടുണ്ടല്ലോ 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെറൈറ്റി മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തി ഉണ്ടല്ലോ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി, ദോശ, ഇഡലി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഇത് കുറച്ച് അധികം ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. കേടായി പോകത്തുമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.